നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 652nd day. Today 11th sloka of Pradhamaskandam 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 652 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. ത്വദ്വാഗി സർഗോ ജനധാക വിപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകമബദ്ധവത്യപി നാമാനനന്ദ്യസ്യ യശോംഗിതാനി ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. ഓം തത്സത്. തദ്വാഗി സർഗോ ജനധാക വിപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകമബദ്ധവത്യപി നാമാനനന്ദസ്യ യശോംഗിതാനി ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. ഓം തത്സത്. തദ്വാഗി സർഗ ജനധാക വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവതി നാമാനി അനന്തസ്യ യശോംഗിതാനി യശസ്സിനാൽ അടയാളപ്പെട്ടു യശോംഗിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. അതായത് തദ്വാഗി സർഗ ആ വാക്പ്രയോഗം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അത്രയ്ക്കും മനോഹരമായ വാക്പ്രയോഗങ്ങൾ ഭഗവാനെക്കുറിച്ച് സ്തുതിക്കുന്നതല്ലെങ്കിൽ പിന്നെ ചളിവെള്ളത്തിന് തുല്യമാണ് എന്ന് ഇപ്പോൾ പറയുകയാണ്. ആ വാക്പ്രയോഗം ഉപയോഗിക്കുന്ന വാക്കുകൾ ജനധാക വിപ്ലവ ജനസമൂഹത്തിൻ്റെ പാപത്തെ നശിപ്പിക്കുന്നതാകുന്നു. ഏത് വാക്കുകളാണിത് ഇപ്പോൾ പറയുകയാണ്. അബദ്ധവതി അബദ്ധമുള്ളതായിരുന്നാലും യസ്മിൻ യാതൊന്നിൽ പ്രതിശ്ലോകം ശ്ലോകം തോറും യശോംഗിതാനി യശസ്സിനാൽ അടയാളപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ യശസ് നിറഞ്ഞിരിക്കുന്ന അനന്തസ്യ അനന്തൻ്റെ നാമാനി നാമങ്ങൾ ഭവിക്കുന്നു. നാമ എന്ന് പറഞ്ഞാൽ നാമങ്ങൾ. നാമാനി നാമങ്ങൾ ഭവിക്കുന്നു. യത് യാതൊന്നിനെ സാധവ സാധുജനങ്ങൾ ശൃണ്വന്തി ശ്രവിക്കുന്നു അതായത് കേൾക്കുന്നു. ഗൃണന്തി പറയുന്നു. ഗായന്തി കീർത്തിക്കുന്നു. അതായത് പദങ്ങൾക്ക് വൈചിത്ര്യ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിലും ഭഗവാന്റെ യശസ്സിനെ പറയുന്ന വാക്കുകൾ പരിശുദ്ധമാകുന്നു. അത് സാധുജനങ്ങൾ കേൾക്കുകയും പറയുകയും കീർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നാം പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ പോലും ഭഗവാനെ സ്തുതിക്കുന്ന വാക്കുകളാണെങ്കിൽ അതിൽ ഒട്ടും ഖേദിക്കേണ്ടതില്ല. അത് ഭഗവാന് സന്തോഷമേ നൽകുകയുള്ളൂ. സാധുജനങ്ങളും അത് കേട്ടുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അബദ്ധമുള്ളതായിരുന്നാലും ഏതൊരു വാക്പ്രയോഗത്തിൽ ആ ഭഗവാന്റെ ഭക്തവത്സല്യാദി ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന നാമങ്ങൾ അടങ്ങിയിരിക്കുന്നുവോ ആ വാക്പ്രയോഗം ജനസമൂഹത്തിൻ്റെ സകല പാപങ്ങളെയും നശിപ്പിക്കുന്നു. അതല്ലാതെ സാധുജനങ്ങൾ ആ നാമങ്ങളെ പറയുവാനാളുണ്ടെങ്കിൽ കേട്ടിരിക്കും. കേൾപ്പാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ആരുമില്ലെങ്കിൽ സ്വയമേവേ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കും. നാം അത് സ്വയം കീർത്തനം ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ചെവിയിൽ അത് കേട്ട് അവർക്കൊരു നന്മ വരാൻ ഇടയായാൽ അതുപോലും പുണ്യമാണ്.
നമുക്ക് വേണ്ടിയിട്ട് നാം സ്വയം കീർത്തിച്ചുകൊണ്ടിരിക്കും. കേൾക്കാൻ ആളുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കും. അത്രയ്ക്കും മഹത്വമുള്ളതാണ് ഭഗവാന്റെ നാമങ്ങൾ. ഭഗവാന്റെ നാമങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പോലും അതിൽ ഖേദിക്കേണ്ടതില്ല. അത് ഭഗവാൻ ക്ഷമിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ. അബദ്ധമുള്ളവയാണെങ്കിലും ഭഗവാന്റെ നാമങ്ങൾ പറയുകയാണെങ്കിൽ അതിൽ ഒരു കുറ്റവുമില്ല. ഇനി അബദ്ധമൊന്നുമില്ലെങ്കിലും വിചിത്രങ്ങളാണെങ്കിലും വളരെ സുന്ദരമാണെങ്കിലും ഭഗവത് നാമം അല്ലെങ്കിൽ അത് നല്ലതല്ല. അത് ചെളിവെള്ളത്തിന് തുല്യമാണ്. ഭഗവത് നാമങ്ങൾ കീർത്തിക്കുന്നത് മാനസ സരസ് മാതിരിയുള്ള പരിശുദ്ധമായ തടാകത്തിന് തുല്യമാണ് എന്നാണ് പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി നാരദർ പറഞ്ഞു തരുന്ന ഭാഗങ്ങളാണിത്. തദ്വാഗി സർഗോ ജനധാഘ വിപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകമബദ്ധവത്യഭി നാമാനന്ദസ്യ യശോങ്കിതാനിയ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.